19 നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ്. അതിന്റെ ദുരന്തമാണ് ദീപകിന്റെ മരണമെന്ന് ഭവന സന്ദർശനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു. സമൂഹ മാധ്യമങ്ങൾ തെറ്റായി ഉപയോഗിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നത്തെ സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ മീഡിയകളെല്ലാം ദുരുപയോഗം നടത്തുന്നു. ആ ദുരുപയോഗം നടത്തുന്നവർക്ക് മാത്രമേ ബാധകമുള്ളൂ ഞാൻ പറയുന്ന വാക്ക്. അതിൻ്റെ രക്തസാക്ഷിയായിട്ട് ഇപ്പോൾ ദീപക് മാറിയിരിക്കും. ഇതാണ് നമ്മൾ പൊതുവെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. വളരെ ആപൽക്കരമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വളരെ ഗൗരവത്തിൽ കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായം. ഒരു ദീപകിൻ്റെ മരണം മാത്രമല്ല, ഈ കാലയളവിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ആ വ്യക്തിത്വം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവവും സൽഗുണങ്ങളും, ആ സൽഗുണങ്ങളും സൽസ്വഭാവമാണ് എൻ്റെ സമ്പാദ്യമെന്ന് ധരിക്കുന്ന ധാരാളം പേർ ഈ സമൂഹത്തിലുണ്ട്, ധാരാളം പേർ. അപ്പോൾ അദ്ദേഹത്തെ വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു പ്രചരണം വന്ന സന്ദർഭത്തിൽ പ്രയാസപ്പെടുത്തിയതാണ് ഈ മരണകാരണം എന്നാണ് നാം എല്ലാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളെ നമ്മൾ വളരെ ഗൗരവമായി പൊതുസമൂഹം തിരിച്ചറിയാനും മറ്റേതെങ്കിലും രീതിയിലുള്ള നിയമ നടപടികൾ ഇത്തരത്തിലുള്ള കാര്യത്തിൽ വരണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അതേസമയം ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് യുവാവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പയ്യന്നൂരിലേക്കുള്ള യാത്രക്കിടെ തിരക്കുള്ള ബസ്സിൽ വെച്ച് ദീപക് അപമര്യാദയായി പെരുമാറിയെന്ന് കാണിച്ച് യുവതി സമൂഹ മാധ്യമത്തിലൂടെ വീഡിയോ പങ്കുവച്ചത്.